ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ് പേര്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ ഒപ്പം വരിക. പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വരും. അപ്പോൾ ഇതുവരെ കട്ട ചെങ്കാട്ട് നിന്നിട്ടുള്ള ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ സവാളയുടെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ഇങ്ങനെ സവാളയുടെ തൊലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബുക്കിൻ്റെ ബാക്ക് കവർ എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഈ സവാളയുടെ തൊലി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വലിയൊരു ടൈപ്പ് ഈ ഒരു തൊലി ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളതങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പെറ്റൽ പോലെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പെറ്റൽസായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പീസ് മാത്രം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെറ്റൽ പോലെ. പിന്നീട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഇങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ട് പിന്നീടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കാൻ വിചാരിച്ചു. പിന്നെ ചിലത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പെറ്റൽ പോലെ കിട്ടില്ല, പിന്നെ അത് നമുക്ക് ഒട്ടിച്ചാലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ ആയിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഇതിൽ നമ്മളിങ്ങനെ സാധാരണ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഒരു 4-5 പെറ്റലായിട്ട് അപ്പോൾ അങ്ങനെയൊന്നല്ല ചെയ്തെടുക്കുന്നത്. ഞാനിങ്ങനെ ഏകദേശം ഒരു ഫ്ലവറിനെ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആ ഒരു തൊലികൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എണ്ണം കൂടുന്നതിനനുസരിച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇങ്ങനെ നടുക്കിലേക്ക് ഇങ്ങനെ ഒരുപാട് തിക്കായിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല, ഒരു 2 ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചൊരു 2-3 ലെയറായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലൊന്നും ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഒരു ഫ്ലവറും കൂടെ ഒന്നിങ്ങനെ ചെയ്തെടുത്തിട്ട് പിന്നീട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 റോസ് പൂ പോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പെറ്റൽ പോലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു പെറ്റൽ പോലെ കിട്ടില്ല, കാരണം അങ്ങനെ ഒരുപാട് അടുക്കുകളായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പെറ്റൽ പോലെ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ ഇങ്ങനെ ആ ഒരു കറക്റ്റ് പെറ്റൽ പോലെ ഒന്നും ആയിട്ടില്ലെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഉണ്ട്. നമ്മൾ സാധാരണ ആ ഒരു കാണുന്നതൊക്കെ ഇങ്ങനെ പെറ്റൽ പോലെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണല്ലോ. പക്ഷേ ഇതും ഇങ്ങനെ കൂടിയൊക്കെ നിന്നിട്ട് നല്ലൊരു റോസ് പൂ പോലെയൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 2 പൂവിന് നമുക്ക് 2-3 മൊട്ടും കൂടെ ഒന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയൊരു തൊലി എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോൾ ചെയ്തിട്ട് അതിൻ്റെ അവസാനം ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു മേലെ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മൊട്ട് പോലെ ഒന്നിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആ ഒരു റോൾ ചെയ്യുന്ന സമയത്ത് നടുക്ക് ഇങ്ങനെ ഒരു കുഴൽ പോലെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവട്ടെ. അപ്പോൾ ആ രീതിയിലൊന്നിങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 ബഡ്സ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്രീംസൺ റെഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കളർ അടിക്കാതെ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു പിങ്ക് കളർ സവാളയുടെ ഒരു തൊലി നല്ലൊരു കളറാണല്ലോ. പക്ഷേ ചിലത് ഇങ്ങനെ കുറച്ചൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് ചിലരൊരു ഭംഗിയില്ലാത്തൊരു തൊലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ഡാർക്ക് പിങ്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒരു റോസ് പൂവിൻ്റെ ഒക്കെ കളേഴ്സൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഫ്ലവറിന് ഞാൻ പൊതുവേ ചൂസ് ചെയ്യാറ് റെഡ് കളറാണ്. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ ഇങ്ങനെ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ 2 ഫ്ലവറും പിന്നെ ഒരു 4 ബഡ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ഗോൾഡൻ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെയാണ് അതിങ്ങനെ ക്യാമറയിൽ കാണിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ലുക്ക് ഉണ്ട്. ഒരു റെഡിൻ്റെ കൂടെ ഗോൾഡ് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഞാൻ ആ ഒരു റെഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഗോൾഡ് വെച്ചിട്ട് ആ ഒരു ബഡ്സ് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിനും ബഡ്സിനൊക്കെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്, ആ ഒരു റെഡിലേക്ക് ഇങ്ങനെ ആ ഒരു ഗോൾഡും കൂടെ വന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചിങ്ങനെ ലീഫും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് ഞാൻ വേറൊരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതായിരുന്നു. ഇവിടുത്തെ ഒരു മുല്ലയുടെ ഒരു ഇലയാണ്, പ്രത്യേകത ഒരു മുല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇലയാണ്. അപ്പോൾ ഞാനിങ്ങനെ ബുക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഇതിലേക്ക് ഒരു ലീഫിന് പകരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാനൊരു 5 ലീഫ് ഇവിടെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ആ സമയത്തോട്ട് നമുക്കിങ്ങനെ ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പൂമ്പൊടി പോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ സീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഗ്ലൂ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ സീഡ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു സീഡ്സ് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി സീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആയാലും മതി. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സൊക്കെ ഒന്നിങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഓറഞ്ചിൻ്റെ സീഡ് ഇങ്ങനെ 2 ഫ്ലവറിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലൊന്നിങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിങ്ങനെ ഓൾറെഡി ഒരു ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കളർ പെയിൻറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു ഫ്ലവർ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ അടുത്ത ഒരു ഫ്ലവറും കൂടെ ഒന്നിങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഒട്ടിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവുന്നത്. കുറച്ചൊരു വലുപ്പം ഒന്ന് ഓവറായോ എന്ന് തോന്നാം. കാരണം നമുക്കിങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ആ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചപ്പോൾ ഇങ്ങനെ ആ ഒരു 2 ഫ്ലവർ നമ്മൾ ഒട്ടിച്ചപ്പോഴത്തേക്ക് തന്നെ അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ബോട്ടിൽ മുഴുവനുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നീട് ഞാൻ ക്രേ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഇങ്ങനെ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു 3 ബഡ്സും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു 3 ബഡ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ എനിക്കെന്തോ ആ ഒരു കണ്ടിട്ട് അത്രയ്ക്കൊരു ഭംഗി തോന്നിയില്ല. പിന്നെ ഞാൻ ആ ഒരു ബഡ്സൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു സ്റ്റെമ്മിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടിപ്പം വെച്ചിട്ടുണ്ടായിരുന്ന ആ ലീഫൊക്കെ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ഓരോന്നായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് ആ ഒരു സ്റ്റെം ഇല്ലാത്തതാണ് ഭംഗിയും തോന്നാം. സ്റ്റെം വെച്ചപ്പോൾ അതിന് വേറൊരു ഭംഗി പോലെ. പിന്നെ ഞാൻ ആ സ്റ്റെം ഇല്ലാതെ ഞാനിങ്ങനെ ലീഫ് ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 എണ്ണം ഇങ്ങനെ മേലെയും അതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തൊരു 2 എണ്ണം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്റ്റെമ്മൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓരോ സ്റ്റെമ്മായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ സ്റ്റെമ്മിൽ 2 സൈഡിലായിട്ട് ഇങ്ങനെ ലീവ്സൊക്കെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഫ്ലവേഴ്സ്, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൂവിൻ്റെ മൊട്ടൊക്കെ ഇങ്ങനെ നമ്മൾ മേലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ലീഫിൻ്റെ അവിടെയൊന്നും ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഓറഞ്ചിൻ്റെ സീഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനിങ്ങനെ ചെറുതായിട്ടൊരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ആ ഒരു സീഡ് ആ ഒരു സവാളയുടെ തൊലിയിലേക്കൊന്നും ആവാതെ അങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ ഒരു പോപ്പി ഫ്ലവറിൻ്റെ ഒരു ലുക്ക് കിട്ടുമല്ലോ, ഒരു റെഡിലേക്ക് ബ്ലാക്ക്. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു ബ്ലാക്ക് മാത്രമായപ്പോൾ അത്ര ഒരു ഭംഗിയില്ലാഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു യെല്ലോ കളറും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സവാളേൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി പ്രത്യേകിച്ച് ഇതിൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ലീഫും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 ഫ്ലവേഴ്സും പിന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റെമ്മ പോലെ ചെയ്തെടുത്തിട്ട് കുറച്ചുകൂടെ ബഡ്സൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു 2 ഫ്ലവർ തന്നെ കുറച്ചൊരു വലിപ്പം ഓവറായോ തോന്നുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ നെക്കിൻ്റെ സൈഡിലൊന്നും ഞാൻ പ്രത്യേകിച്ച് ജൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ആ ഒരു യെല്ലോ കളർ ആ ഒരു റെഡിൻ്റെ കൂടെ എനിക്ക് വന്ന സമയത്ത് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ആ ഒരു യെല്ലോ കളർ മാത്രം ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു റെഡ് കളർ ഫ്ലവർ വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു റെഡിൻ്റെ കൂടെ ഒരു ഗ്രീനും കൂടെ വന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാനും. ഇനി നമ്മളിത് വാർണിഷ് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും. പിന്നെ ഒരുപാട് കാലം ഇങ്ങനെ ചീത്തയായിട്ട് പോകുന്നില്ല. ഞാനത് പിന്നീട് എങ്ങനെ ഒന്ന് വാങ്ങിക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു കളർഫുള്ളായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഫ്ലവേഴ്സ് കാണാനായിട്ട്. നമുക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. നമ്മൾ പ്രത്യേകിച്ച് പെറ്റൽസിനെ പോലെ അങ്ങനെ കട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ സാധാരണ ഇങ്ങനെ പോലെ തൊലി ആക്കി വെച്ചിട്ടുള്ള ഒരു തൊലി ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. അവസാനം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്നിങ്ങനെ സൈസ് കുറയ്ക്കുക. എനിക്കിങ്ങനെ തോന്നുന്നു ആ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചപ്പോൾ കുറച്ചൊരു സൈസ് കൂടി പോയോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ട്രൈ ചെയ്തൊരു പിക്ചേഴ്സ് അയച്ചു തരാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം. ആർദ്ര, തീർത്ഥ, ഗീതു, ആരതി, അൻഹ, സഫ്ന, റൂത്ത്, അനഘ, കുഞ്ഞി, ഗൗരി, കല്യാണി, നന്ദന, പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അൻസനക്കും ഷെറിൻ ബാബുവിനും എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ നിങ്ങൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ.